ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നും. പക്ഷെ അതിൻ്റെ ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആൺകുട്ടികളാണ് കുടുംബത്തിലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. പെൺകുട്ടികൾ നല്ലോണം അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ പഠിച്ച് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അല്ലെങ്കിലും ചിലവർ കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തൻ്റെ മാത്രമാണെന്ന് വിചാരിക്കുന്ന ആണുങ്ങളുണ്ടാവും. ചില പെൺകുട്ടികളാകട്ടെ, നമ്മൾ ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വീട്ടിലെ കാര്യങ്ങളും നമ്മളാണ് നോക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് ഭർത്താക്കന്മാരാണെന്ന് വിചാരിക്കുന്ന കുറെ ലേഡീസ് ഉണ്ട്. ഭർത്താവല്ലേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരേണ്ടത് എന്നൊക്കെ ഓപ്പൺ ആയിട്ട് ഒരു തെറപ്പിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ സെഷനിൽ ചോദിച്ച സ്ത്രീകളെ എനിക്കറിയാം. വിദേശത്തും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൊസൈറ്റി ആണിനെയും പെണ്ണിനെയും ഒരു ട്രാപ്പിൽ ഇടുകയാണ് സത്യം പറഞ്ഞ് ചെയ്യുന്നത്. ഒരു റോൾ റെഗുലേഷൻ, മനസ്സിലായോ? നീ ഈ ജോലി ചെയ്താൽ മതി, നീ ആവട്ടെ ഈ ജോലി ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ലോക്ക് അങ്ങോട്ട് വീഴും. സെൻട്രലൈസ് ചെയ്ത് പറയുന്നൊരു കാര്യമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേട്രിയാർക്കി ആണിനും പെണ്ണിനും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഫെമിനിസം എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഉപകാരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളുടെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അത് ഫെമിനിസം അല്ല, ദാറ്റ് ഇസ് മിസാൻട്രി. ഇപ്പോൾ നമ്മളിപ്പോൾ ബിഗ് ബോസ് സീരീസിൽ കണ്ടില്ലേ, ഒനിയിൽ എന്നെ അങ്ങനെ ചെയ്തു, ഒനിയിൽ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ വേറൊരാളത് സപ്പോർട്ട് ചെയ്യുന്നു. സത്യാവസ്ഥ പോലും മനസ്സിലാക്കാണ്ട് ആദ്യം ചിലപ്പോൾ നമ്മൾ ആലോചിക്കും, ഓ ചിലപ്പോൾ അയാളൊരു പുരുഷൻ ആണെന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കും, ഓ അയാൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ എല്ലാവരും അയാൾക്കെതിരെ നിൽക്കുന്നൊക്കെയുള്ള കുറെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതാ ഒരു സീസണിൽ. പിന്നെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവർ മാപ്പ് പറഞ്ഞു. മാപ്പ് പറയാൻ കാണിച്ച അവരുടെ മനസ്സ് വലിയ കാര്യമാണ്. ദാറ്റ്സ് എ വെരി എക്സലന്റ് തിങ്, നല്ല കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം പ്രൊട്ടക്ഷനുള്ള കാര്യമല്ല, അത് ശരിക്കും പുരുഷന്മാരുടെ കൂടെ പ്രൊട്ടക്ഷനുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പെങ്ങന്മാരുടെ കല്യാണക്കാര്യം മുഴുവൻ ഒരു പുരുഷൻ മാത്രം, ആ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പഠിച്ച് ജോലി മേടിച്ചുകൂടാ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തു പോയി ജോലി ചെയ്യാന്ന് വെച്ചു, ഒരു ഹസ്ബൻഡും വൈഫും അടുക്കളപ്പണി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്താണ് പ്രശ്നം? അവർക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് ജീവിച്ചൂടെ? അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് ശരിക്കും ഈക്വാലിറ്റിയാണ്. പേട്രിയാർക്കിയാണ് ആണിന്റെയും പെണ്ണിന്റെയും ശത്രു. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മാട്രിയാർക്കിയും പേട്രിയാർക്കിയും ഒക്കെ ശത്രുക്കളാണ്. നമുക്ക് മിസാൻട്രി മിസോജിനി അല്ല വേണ്ടത്. നമുക്ക് സ്ത്രീ വിദ്വേഷവും പുരുഷ വിദ്വേഷവും അല്ല വേണ്ടത്. നമുക്ക് സമാധാനമായിട്ട് കോ എക്സിസ്റ്റ് ചെയ്ത് പോകണം. ഡോക്ടർ ഗായത്രി മേനൻ, ഡോക്ടർ ഗായത്രീസ് വെൽനസ്.